സാറെന്ന് പറയുന്നത് ഒരു 12 വർഷക്കാലമായിട്ട് അധ്യാപനം എന്ന് പറയുന്ന മേഖലയിലൂടെ കടന്നു പോകുന്നൊരു വ്യക്തിയാണ്. അറ്റൻഡ് ചെയ്ത എക്സാമിലെല്ലാം റാങ്ക് പിന്നിലായിരുന്നു. നമുക്ക് എന്തറിയില്ല എന്നുകൂടി നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് നമ്മുടെ റാങ്ക് മുന്നോട്ട് കൊണ്ടുവരാൻ കഴിയും. ഹായ് ഓൾ, എയ്സിൻ്റെ മറ്റൊരു സക്സസ് സ്റ്റോറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് 2025 സെപ്റ്റംബറിൽ HSST ഹിസ്റ്ററി പരീക്ഷയിൽ 4ാം റാങ്ക് കരസ്ഥമാക്കിയിട്ടുള്ള വിജയ് സാറിനെയാണ്. ആദ്യം തന്നെ വിജയ് സാർ വലിയൊരു കൺഗ്രാറ്റ്സ്. കാരണം ഒരു സ്റ്റേറ്റ് വൈഡ് എക്സാമിൽ 4ാം റാങ്ക് കരസ്ഥമാക്കുക എന്ന് പറയുന്നത് വലിയൊരു നേട്ടം തന്നെയാണ്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ വിജയ് സാറിനെ പരിചയപ്പെടാം. എൻ്റെ വീട്ടിൽ അച്ഛനും അമ്മയും പിന്നെ ഏട്ടനും ചേച്ചിയും ആണുള്ളത്. ചേച്ചിയും ഏട്ടനും ഒക്കെ ഗവൺമെൻറ് ജോലിയിലാണ്. അതുകൊണ്ട് തന്നെ വീട്ടിൽ നിന്നുള്ള മോട്ടിവേഷൻ അവരായിരുന്നു. ഒരു ഗവൺമെൻറ് ജോലി നേടണം എന്നുള്ളത് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു സ്വപ്നമായിരുന്നു. അതിനുവേണ്ടി കൃത്യമായ പ്ലാനിങ്ങോടുകൂടി പഠനം ആരംഭിച്ചു. സത്യത്തിൽ നമുക്ക് എല്ലാവർക്കും ഒരു വിജയിച്ച് മുന്നേറാൻ ഒരു പ്ലാറ്റ്ഫോമും ഒരു പിന്തുണയും ആവശ്യമുണ്ട്. അതുകൊണ്ട് തന്നെ കോച്ചിങ്ങിന് വേണ്ടിയിട്ട് ഞാൻ ചേർന്നു. മഞ്ചേരി എയ്സിലായിരുന്നു ഞാൻ കോച്ചിങ് നടത്തിയത്. ഈ കോച്ചിങ്ങോട് കൂടിയിട്ടാണ് സത്യത്തിൽ എത്രമാത്രം നമ്മൾ തയ്യാറെടുക്കണം എന്ന് എനിക്ക് മനസ്സിലായത്. ബാക്കിയുള്ള എല്ലാവരുമായിട്ട് നമ്മൾ മത്സരിച്ച് പഠിക്കുമ്പോൾ മാത്രമേ നമുക്ക് നമ്മുടെ റാങ്ക് കൂടുതൽ മെച്ചപ്പെടുത്താൻ കഴിയൂ. അത് എൻ്റെ അനുഭവം എന്താണെന്ന് പറഞ്ഞു വെച്ചാൽ, ഇതിനു മുമ്പ് ഞാൻ കോച്ചിങ് ഇല്ലാതെ അറ്റൻഡ് ചെയ്ത എക്സാമിലെല്ലാം റാങ്ക് പിന്നിലായിരുന്നു. അതുകൊണ്ട് തന്നെ കൃത്യമായ പ്രിപ്പറേഷൻ, ഒപ്പം തന്നെ ഒരുപാട് ടെസ്റ്റുകൾ നമ്മൾ എഴുതി പ്രാക്ടീസ് ചെയ്യണം. ഇപ്പോഴത്തെ അവസ്ഥയിൽ, ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് പരീക്ഷ എഴുതുക, കൂടുതൽ പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ്. അതുകൊണ്ട് OMR ടെസ്റ്റ്, ഇവിടുത്തെ ആഴ്ചയിലുള്ള OMR ടെസ്റ്റ് ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. അതിലൂടെ നമുക്ക് എവിടെയാണ് മാർക്ക് പിന്നോട്ട് പോയതെന്ന് മനസ്സിലാക്കാനും സാധിച്ചിട്ടുണ്ട്. അപ്പോൾ സാറിൻ്റെ ഒരു പ്രൊഫൈൽ എടുത്തു നോക്കുകയാണെങ്കിൽ, സാറ് പറഞ്ഞ പോലെ ഒരുപാട് PSC പരീക്ഷകൾ എഴുതിയിട്ടുണ്ട്. പക്ഷേ ആദ്യമായിട്ട് എഴുതിയിട്ടുള്ള HSST പരീക്ഷയിൽ തന്നെ നല്ലൊരു നേട്ടം, അതായത് 4ാം റാങ്ക് തന്നെ കരസ്ഥമാക്കുകയാണ്. അപ്പോൾ ഈ 4ാം റാങ്കിലേക്ക് സാറിന് എത്തിക്കാനുള്ള പ്രധാനപ്പെട്ട ഫാക്ടേഴ്സ്, അതായത് ആദ്യം കുറച്ച് എക്സാംസ് ഒക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു പറഞ്ഞു, ജനറൽ PSC എക്സാമിൽ എഴുതിയിട്ടുണ്ടെന്ന് പറഞ്ഞിരുന്നു. അവിടെ നിന്ന് HSSTയിലേക്ക് വരുമ്പോൾ അവിടെ ഈ ഒരു 4ാം റാങ്കിലേക്ക് എത്തിക്കാൻ സാറെ സഹായിച്ചുള്ള ഫാക്ടേഴ്സ് എന്തൊക്കെയായിരുന്നു? ഒന്ന്, കൃത്യമായ പ്ലാനിങ് ആണ്. പ്ലാനിങ് നടത്തിയിരുന്നത് ഏത് സമയത്താണ് നമുക്ക് കൂടുതൽ പഠിച്ചാൽ മനസ്സിലാകുന്നത് ആ സമയം കണ്ടെത്തുക എന്നുള്ളതായിരുന്നു. എന്നും രാവിലെ നേരത്തെ എണീറ്റിട്ട് ഞാൻ പഠിച്ചിരുന്നു. അപ്പോൾ രാവിലെയുള്ള സമയത്താണ് ഞാൻ കൂടുതലായിട്ട് പഠിക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടുള്ളത്. അതാണ് ഒന്നാമത്തെ ഫാക്ടർ. രണ്ടാമത്തെ, പരീക്ഷകൾ കൂടുതൽ പരീക്ഷകൾ എഴുതുമ്പോൾ മാത്രമേ നമുക്ക് മുന്നേറാൻ കഴിയുള്ളൂ. നമ്മുടെ റാങ്ക് ഇമ്പ്രൂവ് ചെയ്യണമെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും എഴുതി പ്രാക്ടീസ് ചെയ്യണം. ആ പ്രാക്ടീസ് വളരെയധികം നമ്മൾ എത്രത്തോളം ചെയ്തുകൊണ്ടിരിക്കുന്നു അത്രത്തോളം അതിൻ്റെ മെച്ചം നമുക്ക് ഉണ്ടായിരിക്കും. സാറ് പറഞ്ഞ പോലെ HSST എക്സാമിന് വേണ്ടിയിട്ടാണ് ആദ്യമായിട്ടൊരു കൃത്യമായ പ്ലാനിങ്ങോടെ ഒരു കോച്ചിങ് സെൻറ്ററിലൊക്കെ പോയിട്ട് പഠിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു എയ്സ് എന്ന് പറയുന്ന ആ ഒരു ഫാക്ടർ, ആ ഒരു സാറ് ചൂസ് ചെയ്യാനുള്ള കാരണം എന്തായിരുന്നു? എയ്സിലെ കോച്ചിങ്ങിനെ പറ്റി ഞാൻ ഇതിനു മുമ്പ് കേട്ടിട്ടുണ്ട്. ഇവിടെ പഠിച്ചവരെ ഞാൻ കണ്ടുമുട്ടുകയും അവരെന്നോട് പറഞ്ഞ ഒരു സജഷനായിരുന്നു, ഇവിടെ വന്ന് പഠിച്ചാൽ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാം, പുതിയ ട്രെൻഡൊക്കെ മനസ്സിലാക്കുക എന്നുള്ളത്. എനിക്ക് എൻ്റെ സബ്ജക്റ്റിൽ കുറച്ച് കാലങ്ങളായിട്ട് പഠിപ്പിച്ചിട്ട് കുറച്ച് അറിവുണ്ട്. പക്ഷേ നമുക്ക് എവിടെയൊക്കെയാണ് നമ്മൾ അറിയാത്തത്? ഒരു സബ്ജക്റ്റിൽ നമുക്ക് കൂടുതലായിട്ട് അറിവുണ്ടായിരിക്കാം, പക്ഷേ അത് നമുക്ക് എന്തറിയില്ല എന്നുകൂടി നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് നമ്മുടെ റാങ്ക് മുന്നോട്ട് കൊണ്ടുവരാൻ കഴിയൂ. സാറിൻ്റെ ഈ ഒരു 4ാം റാങ്ക് എന്ന് പറയുന്ന നേട്ടത്തിൽ ഒരുപാട് പേരുടെ ഒരു സ്വപ്നം തന്നെയാണ് ഒരു PSC ഒരു ലിസ്റ്റിൽ ഇടം നേടുക. ഒരുപാട് പേരുടെ ഒരു സ്വപ്നം തന്നെയാണ് ഒരു PSC റാങ്ക് ലിസ്റ്റിൽ ഇടം നേടുക എന്ന് പറയുന്നത്. സാറ് 4ാം റാങ്ക് കേരളത്തിൽ തന്നെ ഈ HSST ഹിസ്റ്ററി പരീക്ഷയിൽ 4ാം റാങ്ക് കരസ്ഥമാക്കി. സോ അതുകൊണ്ട് ഈ ഒരു വിജയത്തിൽ, സാറിനെ ആ ഒരു വിജയത്തിലെത്തിക്കാൻ കാരണമായിട്ടുള്ള പ്രധാനപ്പെട്ട, സാറ് എന്തിനായിരുന്നു ഇമ്പോർട്ടൻസ് കൊടുത്തത്?
എന്ത് കാര്യമായിരുന്നു സാറിന് കൂടുതൽ ഈ 4ാം റാങ്കിലേക്ക് എത്തിക്കാൻ കാരണമായിട്ടുണ്ടായത്? സത്യത്തിൽ ഞാൻ സിലബസ് നന്നായി കവർ ചെയ്യാൻ നോക്കിയിട്ടുണ്ട്. സിലബസ് എല്ലാ ഭാഗത്തും നമുക്ക് അറിയാത്ത പല കാര്യങ്ങളും ഉണ്ടെന്ന് മനസ്സിലായത് സിലബസിലെ പല കാര്യങ്ങളും എനിക്കറിയാം, പക്ഷേ ആ ഭാഗം കൂടുതൽ എനിക്ക് പഠിച്ചതുകൊണ്ട് മാർക്ക് സ്കോർ ചെയ്യാൻ കഴിഞ്ഞു എന്ന് വരില്ല. അതുകൊണ്ട് തന്നെ സിലബസ് A to Z വരെ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. പുതിയ രീതി അനുസരിച്ചിട്ട് ക്വസ്റ്റ്യൻസ് ഏത് ഭാഗത്തുനിന്ന് വേണമെച്ചാലും ചോദിക്കാം, സിലബസിൻ്റെ ഏത് ഭാഗത്തുനിന്ന് വേണമെച്ചാലും ചോദിക്കാം. അതുകൊണ്ട് തന്നെ ഈ സിലബസ് കവർ ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സിലബസ് കംപ്ലീറ്റ് ചെയ്യല്ല, പലരും ചെയ്യുന്നൊരു മിസ്റ്റേക്ക് തന്നെയാണ്. അവർ കുറേ വായിക്കുന്നു, പക്ഷേ കൃത്യമായിട്ട് അത് സിലബസിലൂടെ കടന്നു പോകുന്നുണ്ടോ എന്നുള്ളത് അത് ആരും ശ്രദ്ധിക്കുന്നില്ല. അപ്പോൾ ആ സിലബസ് പ്രധാനമായിട്ടും ശ്രദ്ധിക്കുക, അതിലുള്ള കാര്യങ്ങൾ കൂടുതൽ ചെയ്യണമെന്നാണ് സാറിൻ്റെ ഒരു ഒപ്പീനിയൻ എന്ന് പറയുന്നത്. സാറെന്ന് പറയുന്നത് ഒരു 12 വർഷക്കാലമായിട്ട് അധ്യാപനം എന്ന് പറയുന്ന മേഖലയിലൂടെ കടന്നു പോകുന്നൊരു വ്യക്തിയാണ്. അതിനുശേഷമാണ് പിന്നീട് ഈ ഒരു HSST ഹിസ്റ്ററി 4ാം റാങ്ക് നേടുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് എനിക്ക് ഈ ഒരു HSST ഹിസ്റ്ററി അല്ലെങ്കിൽ ഈ ഒരു ഹയർ സെക്കൻഡറി അധ്യാപകനാകണം എന്ന് പറയുന്ന, ഓൾറെഡി ഒരു അധ്യാപകനാണ്, അവിടെ നിന്നൊന്ന് ലെവലപ്പ് ചെയ്യണം എന്ന് തോന്നിയ പല സാഹചര്യങ്ങളുണ്ടാവുമല്ലോ, അങ്ങനെ സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? സാഹചര്യങ്ങളെ പറ്റി പറയുകയാണെങ്കിൽ ഇതിനു മുമ്പ് ഞാൻ പല ഭാഗങ്ങളിലായിട്ടായിരുന്നു പഠിപ്പിച്ചിരുന്നത്. കേരളത്തിൽ കുറച്ച് കാലം നിന്നിട്ട് ഹിമാചൽ പ്രദേശിലും പിന്നെ പൂനെയിലും ഒക്കെ പോയി പഠിപ്പിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ആ സമയത്തെല്ലാം മനസ്സിൽ തോന്നിയത് നാട്ടിൽ തന്നെ സ്ഥിരമായിട്ടൊരു ജോലി, സ്വന്തം വീടിൻ്റെ അടുത്താണെങ്കിൽ അത്രയും നല്ലത്. അത് എപ്പോഴും ഞാൻ സ്വപ്നം കണ്ടിരുന്നു. അങ്ങനെയാണ് ഈ കുറേ കാലത്തിന് ശേഷം പഠിപ്പിച്ചതിന് ശേഷം ഈ HSST നല്ല തയ്യാറെടുപ്പോടു കൂടി തന്നെ എഴുതണം എന്നുള്ള ഒരു വാശി ഉണ്ടാവാൻ കാരണം ഈ സാഹചര്യമാണ്. പല ഭാഗങ്ങളിലായിട്ട് ജോലി ചെയ്ത ഒരു അനുഭവം വെച്ചിട്ട്. ഇപ്പോൾ ഒരുപാട് HSST എക്സാംസ് ഇനി വരാനിരിക്കുന്നുണ്ട് പല സബ്ജക്റ്റുകളായിട്ട്. ഇപ്പോൾ സാറിന് എത്ര കാലത്ത്, സാറിൻ്റെ ഒരു കാര്യം പറയുകയാണെങ്കിൽ ആദ്യമായിട്ട് തയ്യാറെടുക്കുന്ന ഒരു HSST പരീക്ഷയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ എത്ര കാലത്തെ ഒരു പ്രിപ്പറേഷൻ ആയിരുന്നു സാറ് ഈ ഒരു പരീക്ഷയ്ക്ക് വേണ്ടി നടത്തിയിട്ടുണ്ടായിരുന്നത്? അതുപോലെ തന്നെ ആ ഒരു എക്സാം കഴിഞ്ഞ് ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു, നല്ല റാങ്കിലേക്ക് എത്തും എന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. എങ്ങനെയായിരുന്നു എക്സാമിനെ കുറിച്ചുള്ള ഒരു അഭിപ്രായം? ശരിക്കും നമ്മൾ തയ്യാറെടുക്കുകയാണെങ്കിൽ ഒരു 5 മാസം കൊണ്ട് നമുക്ക് സിലബസ് കവർ ചെയ്യാൻ കഴിയും. അതോടൊപ്പം തന്നെ നമുക്ക് പ്രാക്ടീസും ചെയ്താൽ, കൃത്യമായിട്ട് സമയം വെച്ച് ദിവസവും പ്രാക്ടീസ് ചെയ്തു വെച്ചാൽ ഒരു കൃത്യമായ ഒരു 6 മാസത്തിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് എന്തായാലും ഒരു മെച്ചപ്പെട്ട സ്കോറിലെത്താൻ കഴിയും. സാറ് പറഞ്ഞൊരു പ്രധാനപ്പെട്ട ഫാക്ടറായിരുന്നു എയ്സിലെ എക്സാം എന്ന് പറയുന്നത്. എക്സാമിലൂടെ പല കാര്യങ്ങളും എനിക്ക് മനസ്സിലാക്കാനും എൻ്റെ മിസ്റ്റേക്ക് അത് ഒഴിവാക്കാനെല്ലാം സാധിച്ചു എന്ന് പറയണം. ഞാൻ പലപ്പോഴും പല ഉദ്യോഗാർത്ഥികളും, അത് പല പരീക്ഷകളായിക്കോട്ടെ, അവരെല്ലാം പറയുന്നൊരു പ്രധാനപ്പെട്ട ഫാക്ടർ തന്നെയാണ് എയ്സിലെ എക്സാം എന്ന് പറയുന്നത്. അപ്പോൾ എയ്സിലെ എക്സാം എത്രത്തോളം ആ ഒരു ആദ്യം നമ്മൾ എക്സാം അറ്റൻഡ് ചെയ്യുമ്പോൾ നമ്മുടെ സ്കോറും അതുപോലെ നമ്മൾ ആ ഒരു എക്സാമിലോട്ട് അടുക്കുന്ന സമയത്ത് നമ്മുടെ സ്കോറിലും വലിയൊരു വ്യത്യാസം വന്നിട്ടുണ്ടാവും. സോ എങ്ങനെയായിരുന്നു ആദ്യ പരീക്ഷകളെ നേരിട്ടത്? പിന്നീട് എങ്ങനെയാണ് ഒരു ഇമ്പ്രൂവ്മെൻ്റ് ഒക്കെ കൊണ്ടുവന്നത് ആ ഒരു പരീക്ഷയിലെല്ലാം? ആദ്യത്തെ പരീക്ഷകളിലെല്ലാം നെഗറ്റീവ് മാർക്ക് കൂടുതലായിരിക്കും. ഈ നെഗറ്റീവ് മാർക്ക് എങ്ങനെ കുറയ്ക്കുക എന്നുള്ളത് മാത്രമാണ് നമ്മൾ ആദ്യം ചിന്തിക്കേണ്ടത്. നെഗറ്റീവ് മാർക്ക് പലപ്പോഴും നമ്മൾ നെഗറ്റീവ് മാർക്ക് ഒഴിവാക്കുമ്പോൾ, നെഗറ്റീവ് ഇനി ഞാൻ ചെയ്യില്ല എന്ന് തീരുമാനം എടുക്കുമ്പോൾ അപ്പോഴും നമ്മളെ സ്കോർ കുറയാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ കൂടുതലായിട്ട് തയ്യാറെടുക്കണം എന്നാണ് അതിൽ നിന്ന് മനസ്സിലാവുന്നത്. നമ്മൾ കുറേ പഠിക്കണം, പഠിച്ചാൽ മാത്രമേ നെഗറ്റീവ് മാർക്ക് കുറയ്ക്കാൻ സാധിക്കൂ നമുക്ക്. അപ്പോൾ ഓരോ ടെസ്റ്റ് നടത്തുമ്പോഴും നമുക്ക് അറിയാൻ കഴിയും നമ്മളിത് പഠിച്ചിട്ടില്ലല്ലോ എന്ന്. വ്യത്യസ്തമായ ചോദ്യങ്ങൾ എയ്സിൻ്റെ ഈ എക്സാമിന് വരുമ്പോൾ, ടോപ്പിക് എക്സാമിന് വരുമ്പോൾ നമുക്ക് അറിയാൻ കഴിയും ഈ ഭാഗം നമ്മൾ കവർ ചെയ്തിട്ടില്ലല്ലോ എന്ന്. അപ്പോൾ നമുക്കത് അടുത്ത അറ്റംപ്റ്റിൽ അത് നമുക്ക് മനസ്സിലാക്കാനും തിരുത്താനും കഴിയും. ഒരുപാട്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് HSST എക്സാംസ് ഇനി വരാനിരിക്കുന്നുണ്ട്. അപ്പോൾ ഒരുപാട് പേര് സാറിൻ്റെ പോലെ തന്നെ ജോലി ചെയ്യുന്ന ആളുകളുണ്ടാവും. അതുപോലെ തന്നെ അവരിനി പരീക്ഷയെ വളരെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ആളുകളുണ്ടാവും. അവർക്ക് കൊടുക്കാനുള്ളൊരു മെസ്സേജ് എന്താണ്? എക്സാം എഴുതുന്നവർ ആദ്യമായിട്ട് തന്നെ അവർ ഉള്ളിലൊരു തീരുമാനം എടുക്കണം. ഞാനിത് നേടിയേ അടങ്ങൂ എന്നുള്ളൊരു തീരുമാനം അവർ എന്തായാലും എടുക്കണം. പിന്നെ അതിനു വേണ്ടിയുള്ള ആത്മാർത്ഥമായിട്ടുള്ള ശ്രമം നടക്കണം. ഈ ശ്രമം നടക്കുമ്പോൾ തന്നെയാണ് ഈ പ്രാക്ടീസിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത്. ഈ ടെസ്റ്റുകൾ നിരന്തരം ചെയ്താൽ മാത്രമേ
നമുക്ക് റാങ്ക് മുന്നോട്ട് കൊണ്ടുവരാൻ സാധിക്കും. അതിന് എല്ലാവരും കോച്ചിങ്ങോട് കൂടിയിട്ട് മുന്നോട്ട് പോവുകയാണ് ഏറ്റവും നല്ലൊരു ശ്രമം. അവരുടെ പഠനത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഒരുപാട് പേര് ഇപ്പോൾ ആദ്യമായിട്ട് HSST എക്സാമൊക്കെ സാറിൻ്റെ പോലെ തന്നെ സാറും ആ ഒരു ഫേസിലൂടെ കടന്നു പോയ ഒരാൾ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് പേര് ആ ഒരു സ്റ്റേജിൽ നിൽക്കുന്ന ആളുകളുണ്ടാവും. അപ്പോൾ അവരോട് എങ്ങനെയായിരിക്കണം, അവിടെ പ്രിപ്പറേഷൻ എങ്ങനെയായിരിക്കണം, അതിനെക്കുറിച്ച് സാറ് പറയും. നമ്മൾ തയ്യാറെടുക്കുമ്പോൾ നമ്മൾ ആദ്യം ചിന്തിക്കേണ്ടത് ഇതിനായിട്ടുള്ള സ്റ്റഡി മെറ്റീരിയലുകൾ കണ്ടെത്തുക എന്നുള്ളതാണ്. ഇപ്പോൾ എൻ്റെ വിഷയം ചരിത്രമായതുകൊണ്ട് തന്നെ നമ്മൾ എവിടെ നിന്ന് വേണമെച്ചാലും അത് കളക്ട് ചെയ്യണം. നമ്മൾ അതിൻ്റെ എല്ലാ വിവരങ്ങളും ഒരു സംഭവമാണെങ്കിൽ ആ സംഭവമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നമ്മൾ കളക്ട് ചെയ്യണം. കളക്ട് ചെയ്തിട്ട് ഈ ചോദ്യങ്ങൾ നമ്മൾ തന്നെ ഉണ്ടാക്കണം. അതായത് ഈ ഭാഗത്തുനിന്ന് ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ വരാൻ സാധ്യത ഉണ്ടോ എന്ന് നമ്മൾ മുൻകൂട്ടി കാണണം. അങ്ങനെ മുൻകൂട്ടി കാണണമെങ്കിൽ നമ്മളുടെ കയ്യിൽ ആവശ്യത്തിനുള്ള സ്റ്റഡി മെറ്റീരിയൽസ് വേണം. സ്റ്റഡി മെറ്റീരിയൽസ് കൊണ്ട് നമ്മൾ തന്നെ ചോദ്യങ്ങൾ ഉണ്ടാക്കുക. നമ്മൾ തന്നെ അങ്ങനെ പഠിക്കുമ്പോൾ നമുക്കത് മറക്കില്ല. നമ്മൾ ചോദ്യങ്ങൾ തയ്യാറാക്കിയിട്ട് നമ്മൾ തന്നെ അത് അറ്റൻഡ് ചെയ്യുമ്പോൾ നമ്മളത് മറക്കാൻ സാധ്യത കുറയും. അപ്പോൾ സാറിനെ സംബന്ധിച്ച് ഒരു HSST പരീക്ഷ എന്ന് പറയുന്നത് വലിയൊരു സിലബസ് നമ്മുടെ മുന്നിൽ കവർ ചെയ്യാനുണ്ട്. അത്രയും വാസ്റ്റായിട്ടുള്ളൊരു മേഖലയാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു ലക്ഷ്യം സാറ് നേടിയെടുക്കുകയാണ്. 4ാം റാങ്ക് എന്ന് പറയുന്നത് മികച്ചൊരു റാങ്ക് തന്നെയാണ്. അപ്പോൾ സാറിൻ്റെ ഒരു അഭിപ്രായത്തിൽ സാറ് എത്താൻ ആഗ്രഹിച്ചൊരു സ്ഥലത്ത് എത്തിയില്ലേ? കാരണം HSST ഒരു അധ്യാപകനാവുക എന്ന് പറയുന്നത് ആ ഒരു സ്വപ്നത്തിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഈ ഒരു കരിയർ അല്ലെങ്കിൽ ഈ ഒരു പ്രൊഫൈലിന് മറ്റെന്തെങ്കിലും ഒരു ഡെവലപ്പ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടോ? അതോ ഈ ഒരു ജോബ് തന്നെയായിരുന്നു എൻ്റെ ഒരു ഫൈനൽ ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത്? അതുകൊണ്ട് ഇത് തന്നെയാണോ, ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യാനാണോ സാറിൻ്റെ ആഗ്രഹം എന്ന് പറയുന്നത്? ഇങ്ങനെ അധ്യാപകനായിട്ട് തുടരുന്നതോടൊപ്പം തന്നെ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാനും പഠിക്കാനും നമ്മളെപ്പോഴും ശ്രമിക്കണം. അതോടുകൂടി ബാക്കിയുള്ളവർക്ക് നമ്മളൊരു പ്രചോദനമാവും ചെയ്യണം. ഒരു ജോലി കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ പഠനം അതോടുകൂടി അവസാനിപ്പിക്കാമെന്ന് വിചാരിക്കുന്നത് ശരിയായൊരു രീതിയല്ല. അത് ഇന്നത്തെ കാലത്ത് പ്രത്യേകിച്ച് ടെക്നോളജിയൊക്കെ വളർന്നുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ നമ്മൾ ഏത് വിവരങ്ങളും നമ്മൾ നന്നായി ശ്രദ്ധിച്ച് മനസ്സിലാക്കണം. അതോടുകൂടി നമുക്ക് ബാക്കിയുള്ളവർക്ക് കൂടി നമുക്കത് പകർന്നു കൊടുക്കാൻ കഴിയും. അതാണ് ആഗ്രഹം. കൂടുതൽ കാര്യങ്ങൾ പഠിക്കണം, മനസ്സിലാക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ. അപ്പോൾ നമ്മൾ ഈ ഒരു കാലഘട്ടത്തിൽ ടെക്നോളജി ഒരുപാട് അപ്ഡേറ്റഡ് ആവേണ്ട ആവശ്യമുണ്ട്. തീർച്ചയായിട്ടും അധ്യാപകരാണെങ്കിലും ആ കാര്യത്തിലും കൂടുതൽ ശ്രദ്ധ പുലർത്തേണ്ടത്. കാരണം വരുന്ന തലമുറ എന്ന് പറഞ്ഞാൽ ടെക്നോളജി ബേസ്ഡ് ആയുള്ള കുട്ടികളാണല്ലോ. അപ്പോൾ അതുകൊണ്ട് അവർക്കും അവിടെ പഠനത്തിൽ ഉയർച്ച, നമ്മുടെ ഒരു പങ്ക് ലഭിക്കണമെങ്കിൽ തീർച്ചയായിട്ടും ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് നമുക്കൊരു അറിവ് തീർച്ചയായിട്ടും വേണം. അപ്പോൾ സാറിൻ്റെ ആ ഒരു സ്വപ്നം തന്നെയായിരുന്നു ഒരു നാട്ടിലൊരു ജോലി എന്ന് പറയുന്നത്. ആ ഒരു സ്വപ്നം എയ്സിലൂടെ നേടിയെടുക്കാൻ സാധിച്ചിരിക്കുകയാണ്. അപ്പോൾ അഡ്വൈസ് ലഭിച്ചു. ഉടനെ തന്നെ ആ ഒരു സ്കൂളിൽ അപ്പോയിൻമെൻറ്റ് കിട്ടട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. അതുപോലെ തന്നെ സാറിന് ഒരുപാട് സ്വപ്നങ്ങളുണ്ട്. ആ സ്വപ്നത്തിലേക്കും എത്താൻ പറ്റട്ടെ എന്ന് ആശംസിക്കുന്നു.